ഹായ് ഫ്രണ്ട്സ്, പ്രമോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊമാറ്റോ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഗ്രേവിയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ ഒക്കെ ഉപയോഗിക്കാൻ ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല, വെജിറ്റബിൾ മക്കനി അങ്ങനെ ഒരുപാട് ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബേസിക്കലി വേണ്ട ഗ്രേവിയാണ് ടൊമാറ്റോ ഗ്രേവി. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 3 കിലോ ആപ്പിൾ തക്കാളിയാണ് നമ്മൾ ടൊമാറ്റോ ഗ്രേവിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം റിമൂവ് ചെയ്ത് നമ്മളൊന്ന് ഫ്രണ്ട് വശം ഒരു 4 ലൈൻ ഇടുന്നതിന് നമ്മൾ ബ്ലാഞ്ചിങ് എന്നാണ് നമ്മളെ കുക്കിംഗ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് സ്കിന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൽ സ്കിൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് ബ്ലാഞ്ച് ചെയ്തത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിലെല്ലാം ഇട്ട് കൊടുത്ത് വേവിക്കാൻ പറ്റുന്നൊരു പാത്രത്തിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 4 സവോള നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ 4ആയി കട്ട് ചെയ്ത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം ഒരു ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ സെൻറ്ററായി കട്ട് ചെയ്ത് അതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കിയതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ടൊമാറ്റോ ഫില്ലാവുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് നമ്മളിതിനെ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണ്. നന്നായി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യം 1/2 കിലോ അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനായി നമ്മൾ ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് നന്നായി കഴുകിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്ത് നമുക്കതിനെ ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അരയ്ക്കുമ്പോൾ ചൂടോടെ അരയ്ക്കരുത്, അതൊരു ഡേഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ അടപ്പങ്ങാനും അഥവാ ഒന്ന് തുറന്നാൽ ഒരു അപകടാവസ്ഥയാണ്. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം തന്നെ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലേവറിങ് ഏജൻറ്റ് ആവശ്യമാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, ബേ ലീഫ് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലേവറിങ് ഏജൻറ്റ് ഗ്രേവിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത്, തക്കാളി നമ്മുടെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഫ്ലേവറിങ് ഏജൻറ്റ്. പിന്നെ കുറച്ച് സീസണിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂൺ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് ഫെനുഗ്രീക്സിൻ്റെ ലീഫാണ്. കസൂരി മേത്തി എന്നാണ് ഇതിന് പറയുന്നത്. അത് ഉലുവയുടെ ഇലയാണ്. ഇപ്പം നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അടിക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ലേഡിൽ സൺഫ്ലവർ ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫ്ലേവറിങ് ഏജൻറ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 150 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല മണമൊക്കെ വരുമ്പോൾ നമ്മളിവിടെ സീസണിങ്ങിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ള സ്മെല്ല് നമുക്ക് കിട്ടുന്ന വരെ നമ്മളതിനെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുക്കും. മസാല ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫയർ സ്ലോ ചെയ്യണം, കരിഞ്ഞു പോകരുത്. മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രേവിയുടെ ടേസ്റ്റ് വളരെ മാറും. മസാല ഇട്ട് ഒന്ന് ഇളക്കി ഉടനെ തന്നെ നമ്മൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്ത്, കാഷ്നട്ട് പേസ്റ്റ് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ കാഷ്നട്ട് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാൻ ഉള്ള ഇട വരുത്തരുത്. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചെയ്തത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഈ ടൊമാറ്റോ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊരു 1.5 മണിക്കൂർ ഇങ്ങനെ സ്ലോ ഫയറിൽ നന്നായി തിളയ്ക്കാനായിട്ടാണ്. നന്നായിട്ട് തിളച്ചതൊരു നല്ലൊരു ഗ്രേവിയായി മാറണം. അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം.
പിന്നെ അങ്ങനെ ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിൽ വരുന്ന പതയൊക്കെ ഒന്ന് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ ഗ്രേവി കിട്ടുന്നതാണ്.